സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ 3-ാം നാളായ ഇന്നലെ രാവിലെ തന്നെ ഭഗവാനോട് വിളക്ക് കത്തിച്ച് അദ്ദേഹത്തിന് നൈവേദ്യങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചു. ജോലിക്ക് പോകുന്ന സമയത്ത് തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ ദർശിക്കാനൊരു അവസരം ലഭിക്കുകയുണ്ടായി. നമ്മളാൽ കഴിയുന്ന ഒരു വഴിപാട് ഭഗവാന് തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഈ ദിവസങ്ങളിൽ അർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നലെ ഞാൻ അർപ്പിച്ചത് പാലഭിഷേകമാണ്. ഈ ദിവസങ്ങളിൽ കുങ്കുമാഭിഷേകം, അതുപോലെ തന്നെ പഞ്ചാമൃത അഭിഷേകം, പാലഭിഷേകം, കരിക്കഭിഷേകം, നാരങ്ങാമാല, അടുത്ത 12 ഷഷ്ഠികളിൽ നമ്മൾ നാരങ്ങാമാല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നലെ ജോലിയിൽ തിരക്ക് കുറഞ്ഞ സമയത്ത് ഒരു 108 തവണ ഒരു ഡയറിയിൽ ശരവണഭവ എന്ന് എഴുതാൻ സാധിച്ചു. നമ്മൾ ഈ ഷഷ്ഠി സമയത്ത് ഒരു 1008 തവണയോ 5008 തവണയോ ശരവണഭവ എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളുടെ മനസ്സിനൊരു ശാന്തിയും നമുക്കൊരു ഏകാഗ്രത കിട്ടുന്നതിനും ഈ സമയം വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതോടൊപ്പം വൈകുന്നേരം വന്നതിന് ശേഷം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തതിന് ശേഷം കുറച്ച് സമയം സ്കന്ദഷഷ്ഠി കവചം വായിക്കുന്നതിനും അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാകാൻ നമ്മളുടെ കുഞ്ഞുങ്ങളും ഉണ്ടാവും എന്നുള്ളത് വളരെ ഒരു ശക്തിയായിട്ടുള്ളൊരു കാര്യമാണ്, ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരുടെയും വ്രതം നല്ല